ഇന്ന് രാവിലെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും ചമ്മന്തി ഒരു സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ മാവെല്ലാം കോരി ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചിട്ട് അത് അടച്ചൊക്കെ വെച്ചിട്ട് നമ്മളൊരു സാമ്പാറിനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ സാമ്പാറിന് പച്ചക്കറി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഒരു കപ്പയ്ക്കയുടെ ഒരു പൂളും എടുത്ത് നമ്മുടെ ഒരു ചേനയുടെയും ഒരു ചേമ്പിൻ്റെ താളും ഒക്കെ എടുത്ത് നമ്മൾ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതെടുത്ത് നമ്മൾ പിന്നെ നമ്മുടെ കുക്കറിനകത്തൊക്കെ ആക്കി വെള്ളമൊക്കെ ഒഴിച്ച് തോമരയൊക്കെ ഇട്ട് നമ്മളത് അടച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാസിലോട്ട് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസിലൊക്കെ അത് കൊണ്ടുവെക്കാനായിട്ട് അകത്തോട്ട് കൊണ്ടുപോയി ഗ്യാസിലൊക്കെ വെച്ചിട്ട് വന്ന് നമുക്കൊരു ചമ്മന്തിക്കറിയും കൂടെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പം ചമ്മന്തിക്കറി ഉണ്ടാക്കുന്ന തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ട് ഞാൻ വന്ന് ഇഡ്ഡലി വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വേവായി. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വേവായിട്ടുണ്ട്. പിന്നെ അതെടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കത് എടുത്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെടുത്ത് എടുത്ത് സ്പൂൺ കൊണ്ട് തന്നെ നമ്മളെടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് തട്ടിയിട്ട ശേഷം നമ്മൾ ചമ്മന്തിക്കറിക്കുള്ള കടുക് വറക്കാനൊക്കെ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് കടുകൊക്കെ ഇട്ട ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളി ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ കരിവേപ്പിലയൊക്കെ ഇട്ട ശേഷം നമ്മൾ ചമ്മന്തിക്കറി അരച്ച് അടുപ്പത്ത് കലക്കി നമുക്ക് ശരിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുന്തിരിക്ക് തീറ്റ കൊടുക്കണമായിരുന്നു. ചുന്തിരിക്ക് അന്നേരത്തേന് തീറ്റ കൊടുക്കാനായിട്ട് രാവിലെ അവിടെ തീറ്റ കൊടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ യോജിപ്പിച്ച് എല്ലാം കലർത്തി അവിടെ എല്ലാം ചേർത്ത് കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ട് നമ്മൾ ഞെവിടി കൊണ്ടുവന്ന് അവിടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവളത് കുടിക്കാനായിട്ട് എപ്പോഴേ കരയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ആ സമയമാകുമ്പോൾ അവിടെ കരയും, തീറ്റ കൊടുക്കുന്ന സമയമാകുമ്പോൾ കരയും. പിന്നെ വന്ന് നമ്മുടെ സാമ്പാറിനുള്ള കടുക് വറുത്തൊഴിക്കണമായിരുന്നു. അപ്പോൾ ആ സാമ്പാറിന് കടുക് വറുക്കാനായിട്ട് നമ്മൾ എല്ലാ അരപ്പുകളെല്ലാം ചേർത്ത് അതിന് കടുക് വറുത്തിട്ട് നമ്മൾ മല്ലിമുളകൊക്കെ മൂപ്പിച്ച് അതിൻ്റെ കൂടെ ചേർക്കാനൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മൾ സാമ്പാറിനങ്ങ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇച്ചിരി കായമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഡ്ഡലി എടുത്ത് ഞാൻ എൻ്റെ ഇളയ മോൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഡ്ഡലിയൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാമ്പാറും ചമ്മന്തിക്കറിയും കൂട്ടി അവൾക്ക് ഞാൻ ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ ഓമയ്ക്കൊക്കെ ഇട്ട് ഓമയ്ക്കെന്ന് കപ്പയ്ക്കെന്ന് ഓമയ്ക്കാണ് ഞാനിവിടെ കപ്പയ്ക്കെന്നും ഓമയ്ക്കെന്നും പറയും. എന്നിട്ട് ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. അപ്പം നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തൈരും ചീനിയും പിന്നെ മീൻകറി, തലേന്നത്തെ മീൻകറി എല്ലാം കൂട്ടി ഞാനൊരു പഴങ്കഞ്ഞി ഞൊടി വാരി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മീൻകറി തലേന്നത്തെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അയിലയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം എനിക്ക് പിന്നെ ഇവിടെ നമ്മുടെ ഈ ആടിനെ നമ്മുടെ ചുന്തിരിയെ കുളിപ്പിക്കണമായിരുന്നു. അത് വന്നിട്ട് ഞാൻ അവളെ കുളിപ്പിക്കാനൊക്കെ വന്ന് വെള്ളമൊക്കെ കോരി അവളെ കുളിപ്പിച്ച് അവളെ നല്ല രീതിയിൽ തന്നെ കുളിപ്പിച്ച് നിർത്തി. എന്നിട്ട് നമുക്ക് അവളെ ദേഹമൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് അവളെ ഒന്ന് കുളിപ്പിച്ച് ആ സമയത്തൊക്കെ അവളെ നമ്മളെ അടുത്ത് നമ്മളെ ഉരുമി നമ്മളെ ഉമ്മ വെക്കുന്ന രീതിയിലെല്ലാം വന്നിങ്ങനെ നിൽക്കും അവൾ കേട്ടോ. സ്നേഹമൊക്കെ ഉണ്ട് അവൾക്ക്. എപ്പോൾ കുളിപ്പിച്ചാലും അവൾ അങ്ങനെയാണ്. നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളിങ്ങനെ ചാരി വന്ന് നിൽക്കുക. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലെ മുഖമൊക്കെ ഇങ്ങനെ നമുക്ക് തരികയൊക്കെ ചെയ്യും. അന്നേരം ഒത്തിരി നേരം അവിടെ ദേഹമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. പിന്നെ അവിടെ ചെവിയൊക്കെ കഴുകാനും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ ചില ആളുകളുടെ ചെവിയുടെ സൈഡൊക്കെ ഇങ്ങനെ മടങ്ങിയൊക്കെ ഇരിക്കുമല്ലോ. അവൾക്കങ്ങനൊന്നുമില്ല. അവൾക്ക് നല്ല രീതിയിൽ നമുക്ക് തേച്ച് കുളിപ്പിക്കാവുന്ന രീതിയിലാണ് അവിടെ ചെവിയൊക്കെ കിടക്കുന്നത്. അപ്പം മുഖമൊക്കെ തേച്ച് കൊടുത്തു. അവൾ അതിനൊക്കെ നിന്ന് തരുവാണ്. എന്നാലും വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ കണ്ട ഭയങ്കര ചാട്ടമൊക്കെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങും. ആ തുണിയിൽ കൂടെ വട്ടം കറങ്ങിയൊക്കെ ചെയ്യും കിടന്ന് ചില സമയത്ത്. അല്ല എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ പോയി കുറച്ച് വെള്ളമൂടെ കോരിയൊക്കെ ദേഹത്തൊന്ന് ഒഴിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ദേഹത്ത് കൊണ്ടുവന്ന് അവിടെ അവിടെ ഇവിടെ ഈ എന്താ പറയുക, അവരുടെ ഈ മുതുകിലൊക്കെ വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അവർക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ അവരുടെ മുതുകിൽ എപ്പോഴും വെള്ളം കോരിയൊക്കെ അവരുടെ മുതുകിൽ ഒഴിക്കണം. ഈ പശുക്കളുടെ ആയാലും ആടിൻ്റെ ആയാലും അങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ കുളിപ്പിച്ച് പിന്നെ അവിടെ നല്ല രീതിയിലൊന്ന് നീട്ടി
ചെറുതായിട്ടൊന്ന് നീട്ടി കെട്ടി ആ കയറൊക്കെ പിടിച്ച് ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഞാനങ്ങ് എൻ്റെ കാലൊക്കെ കഴുകിയിട്ട് ഞാനങ്ങ് കയറിപ്പോകാം വീട്ടിലോട്ട്. പിന്നെ നമുക്ക് ഉച്ചയിലത്തെ ഇവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ മോളെയും കൊണ്ട് എൻ്റെ മൂത്തവൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തേങ്ങയൊക്കെ വറുത്ത്, അപ്പോൾ തേങ്ങ ഇട്ട് അത് ഉരുളിയൊക്കെ വെച്ച് ഞാൻ അടുപ്പിലാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഞാൻ അടുപ്പിലങ്ങ് ഉണ്ടാക്കും. അടുപ്പിലുണ്ടാക്കില്ല അതിൻ്റെ നമുക്കൊരു രുചി കിട്ടും. ഗ്യാസിലാണെങ്കിൽ നടു സെൻറ്ററിൽ മാത്രമേ ആ തീ ഏക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുപ്പിനകത്താകുമ്പോൾ നമുക്ക് നല്ല രീതിയിലത് വഴന്ന് കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി തന്നെ അതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അത് വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരട്ടി പിന്നെ ഞാൻ എല്ലാം കൂടെ ഇട്ട് യോജിപ്പിച്ച് ഞാനൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മൂപ്പിച്ച് ആ ചൂടിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ കൂടെ യോജിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ചിക്കൻ കൊണ്ടുവന്ന് അതിനകത്ത് ആ അരപ്പിനകത്തോട്ട് ചിക്കൻ വരിയിടാനായിട്ട് എല്ലാം റെഡിയാക്കി. അപ്പം അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കാമെന്ന് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാനിച്ചിരി മഞ്ഞൾപ്പൊടി ആ ഇടയ്ക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഞാൻ അതൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഈ അരപ്പിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് വറക്കാനും കൂടെ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കൊച്ചുങ്ങൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കാല് വീണ കാല് തിരിച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കി ചിക്കനെല്ലാം കൂടെ അതിനകത്ത് തട്ടിയിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കാൻ തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് കൈ കൊണ്ട് നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി തവി കൊണ്ടൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മളത് തിളയ്ക്കാനായിട്ടൊക്കെ വെച്ചു. പിന്നെ എനിക്കിത് അടച്ച് വെക്കാനുള്ള ഒരു അടപ്പ് പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല വെട്ടിക്കൊണ്ട് വെച്ചാണ് ഞാനിത് മൂടി വേവിക്കുന്നത്. അത് ഞാൻ ഇല വെട്ടിയത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാനത് കൊണ്ടുവച്ചത് കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ പറയുക ഉച്ചക്കത്തെ ചോറ് കഴിക്കാനായിട്ട് ഒരുങ്ങി. ഇപ്പം മോര് കറിയും ചീനിയും നമ്മുടെ ഓമയ്ക്കയുടെ നമ്മൾ സാമ്പാർ വെച്ച ഓമയ്ക്കയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതും പയറും ഒക്കെ ഇട്ട് തോരൻ വെച്ച് ചിക്കൻ കറിയും കൂട്ടിയാണ് ചോറുണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി ചെടി നടാനുണ്ടായിരുന്നു. അപ്പോൾ 2 സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാൾ കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അത് ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നടാതെ വെച്ചിരുന്നത്. അപ്പം ഞാനത് 2 ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ രാജധാനി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ ചട്ടിയൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 ചട്ടി അല്ലാതെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചട്ടി മേടിച്ച് അതിനകത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇച്ചിരി മണ്ണും എല്ലുപൊടിയും മാത്രം ഇട്ട് ഇളക്കി. ആട്ടിൻ കാഷ്ടമൊന്നും ഇട്ടില്ല. ഇച്ചിരി ഇപ്പം ചെടി നടുന്ന സമയത്ത് ഞാനിപ്പോൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഈ ആട്ടിൻ കാഷ്ടം എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇപ്പം ചെടിയൊക്കെ നടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈ സ്നേക്ക് പ്ലാന്റിന് വലിയ വളമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഇച്ചിരി എല്ലുപൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ കൊണ്ടുവന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ച് അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അത് കുറച്ച് മണ്ണ് ചട്ടിക്കകത്താക്കിയിട്ട് ഇതെടുത്ത് നട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ 3-4 തൈകളായിട്ടാണ് നമ്മൾ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തത്. മണ്ണ് റൗണ്ടിന് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് നേരെയാക്കി ലെവലാക്കി വെച്ച്.
ഒരു ചട്ടിയിൽ നമ്മൾ അത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചട്ടിക്കകത്ത് നമ്മൾ മണ്ണ് കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ചെടിയും കൂടെ നമ്മുടെ അടുത്ത് ഇതുപോലെ നമ്മൾ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ ഇത് ഞാൻ 2 തടി എടുത്ത് വെച്ച് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇലച്ചെടിയാണ് ഞാൻ അവിടെ വെച്ചത്. ചേമ്പിൻ്റെ ഒരു 2 ഇലച്ചെടികളാണ് ഞാൻ അവിടെ വെച്ചിരുന്നത്. അതെടുത്ത് മാറ്റി ഞാൻ എൻ്റെ ഈ കരിയാപ്പിലയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ റൗണ്ടിന് മറ്റ് ചേമ്പിൻ്റെ ചെടി വെച്ചെടുത്ത് ഇങ്ങനെ റൗണ്ടിന് വെച്ച് കൊടുത്തിട്ട് ഈ 2 സ്നേക്ക് പ്ലാന്റ് കൊണ്ടുവന്ന് ഇവിടെ വെക്കാനാണ് നേരത്തെ ഞാൻ കരുതിയത്. അങ്ങനെ വെക്കാനൂടാണ് ഞാനിങ്ങനെ ഈ 2 ചട്ടി മേടിച്ചത്. എന്നിട്ട് ഇത് 2 ഞാൻ കൊണ്ടുവന്ന് അവിടെ നമ്മൾ കയറി വരുന്ന 2 സൈഡിലും ഞാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമായിരുന്നു. അങ്ങനെ അത് 2നും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. എന്നാലും മഴപ്പൂര കൊണ്ടുവന്ന് മഴയൊക്കെ പെയ്യാറൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരു ചെറിയൊരു പാവൽ നിൽപ്പുണ്ടായിരുന്നു ഈ ചെടിയുടെ ഇടയ്ക്ക്. ഞാൻ അതിനകത്ത് ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം എടുത്തുകൊണ്ട് വന്ന് അതിൽ ചെടിക്കിടാൻ കൊണ്ടുവന്ന എല്ലുപൊടിയിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് അതിന് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് ഇളക്കി അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് അതൊക്കെ കൊണ്ട് ഇട്ട് കയറിയപ്പോഴത്തേന് മഴയൊക്കെ വന്നു. പിന്നെ മഴയൊക്കെ ആയി 10